അറിഞ്ഞാ ആ നവാസ എന്തേ? നമ്മുടെ ലാസറേട്ടൻ പോയിന്ന്. ഏത് ലാസറേട്ടൻ? നമ്മുടെ തോമസ് കുട്ടിയുടെ അപ്പനെ. എപ്പോ? ഇപ്പൊ തന്നെ. ഓ, നല്ലൊരു മനുഷ്യനായിരുന്നു. എൻ്റെ പൊന്ന് കർത്താവേ, ആരാ മനുഷ്യന് പറഞ്ഞു കൊടുത്തത് മരിച്ചു കഴിഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാൻ റീത്ത് വേണമെന്ന്? മരിച്ചവർക്കിതൊരു ഭാരമാണെന്ന് ആരാ ഇനി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക? ഭാഗ്യം സേവ്യർ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. കർത്താവേ, എൻ്റെ ഉടയതമ്പുരാനെ, ജനിച്ചിട്ട് ഇന്നേ വരെ ഇതുപോലൊരു കളസം ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് ഇപ്പം എന്നെ കൊണ്ട് ഇതിടിക്കണമായിരുന്നു. മരിച്ചവൻ്റെ പാട് ഈ വറ്റകൾക്ക് വല്ലതും അറിയാമോ? ഹൗ നാല് മണി. മക്കൾ 6 പേരാ. എന്നാ ഗുണത്തിന് നാട്ടടപ്പ് വച്ച് ഇളയൻ്റെ കൂടെയാ താമസം. അവനാണെങ്കിൽ വലിയ അക്കാരി പണക്കാരൻ. അവൻ്റെ സ്ഥിതിക്കനുസരിച്ചുള്ള റീത്തുകളാ താൻ കൂടിക്കിടക്കണത്. അപ്പം ഒരു കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടി കഴിക്കുമ്പോൾ രാമ്പൊക്കെ തീർന്നു. 4 മണിക്ക് എടുക്കും. ഉവ്വ ബിഷപ്പ് അച്ഛന്മാരൊക്കെ ഉണ്ടാവും. മരണ ഷൈനിങ്ങാ. അതും എന്നെ വച്ചേ. അവളിപ്പോൾ എത്തും. അവൾ വന്ന് പെട്ടെന്നാക്കും. വൈകില്ല, 4 മണിക്ക് തന്നെ എടുക്കും. ജീവിച്ചിരിക്കുമ്പോഴേ എന്നോടൊന്നും മിണ്ടാൻ നേരം കിട്ടാത്തവനാ. ഇപ്പോഴും ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താൻ അവന് നേരമില്ല. എന്നെ എടുക്കാനാ ധൃതി. നേരത്തെ ആരോടെ വാങ്ങിയ ശവപ്പട്ടിയുടെ വരെ പൊങ്ങച്ചൻ പറഞ്ഞു കേട്ടു. തേക്കിൻ്റെ അത്രേ. തേക്കിൻ്റെ പക്ഷേ നല്ലത് വീഞ്ഞപ്പെട്ടിയാ. അതാവുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് കാറ്റെങ്കിലും കയറും. ഇതിപ്പോൾ വർഷം 19 കഴിഞ്ഞാലും ചെതലെടുക്കുമെന്നോ ഇത്തിരി കാറ്റെങ്കിലും കയറുന്നോ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ തന്നെ കല്ലറയ്ക്കുള്ളിൽ എന്ത് കാറ്റ്. അപ്പോൾ ഇവന്മാരൊക്കെ നേരത്തെ എത്തിയോ? ഞാൻ ഫ്രീസറിലായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. അതാ മൂത്ത മോൻ റോയി. അവന് രാഷ്ട്രീയ പിടിപാടൊന്നുമില്ല, പക്ഷെ അവൻ കതറേയിടൂ. ചേച്ചി ഇല്ല ചേച്ചി, ഞാൻ തലേന്ന് അപ്പനോട് സംസാരിച്ച് മടങ്ങിയതല്ലേ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവൻ ആരോടാ ഇല്ലാത്തൊക്കെ വിളിച്ചു പറയണത്? 2-3 മാസമായി ഇവൻ ഇങ്ങോട്ട് കയറിയിട്ട്. ഇവനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇവന് രാഷ്ട്രീയ ഭാവി ഉണ്ടട്ടാ. ഇവൻ്റെ മോളെ ആലീസ് ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടേ അതുപോലും സാധിച്ചു കൊടുക്കാത്തവനാ. പരീക്ഷയാണ് പോലും. ഇനി അമ്മാമ്മേനെ കണ്ടിട്ട് പരീക്ഷ എങ്ങാനും തോറ്റു പോയാലോ?
എന്നാലും ഇവള് അതൊക്കെ ഞാൻ അപ്പോഴേ കൊടുത്തതല്ല. അച്ഛാ ഇത് എങ്ങോട്ട് ഇത്ര ധൃതിയിൽ പോണത്? ഈ റീത്തെ ഒന്ന് നിക്കടി പൊന്നെ. ആ ലാസറേട്ടനാ, എന്താ വിശേഷം? നിന്നെ കണ്ട പിന്നെ മറ്റെന്താടി വിശേഷം? നീ തന്നെ ഒരു വിശേഷല്ലേ? എനിക്ക് ധൃതിയുണ്ട്. നീ നിക്കടി പെണ്ണേ. നിന്നെ കാണുമ്പോൾ നീ പ്രായം കുറഞ്ഞു വരുവാണല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ നിന്നെ സ്വപ്നം കണ്ടു. ഓ ഒരു മുതലാട്ടോ നീ. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ കോഴി സ്വഭാവം എന്റെ അടുത്ത് അത് എടുക്കണ്ട. ഞാനിപ്പോ എന്ത് പറഞ്ഞാ? ചേച്ചി പറഞ്ഞ കാരണം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. പോവാ. ആ റീത്തെ, വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല, ചില ആണുങ്ങളെ കാണുമ്പോഴേ കോഴീനെ ഓർമ്മ വരിക. അത് അങ്ങനെയുള്ള കോഴികളൊക്കെ ഒറ്റ ഞെക്കിന് കൊല്ലണ റീത്തെ അല്ല അച്ചായ. നീ വന്നേ, ആ ചെക്കനാണ് വണ്ടിയിട്ട് കാത്തിരിക്കണു. ധൃതി പഠിക്കല്ലേ, ഞാൻ വരാം. അപ്പോ ഇവക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു കർത്താവേ. എന്നിട്ട് നീ ഇത് ഇത്ര നാൾ ഒളിച്ചു വെച്ചല്ലോ. ആ ഷൈനി വന്നുല്ലോ. കൂടെ ഈ എണ്ണം കെട്ടവനും ഉണ്ടല്ലോ. അപ്പാ 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 രാജകുമാരിയെ പോലെ വളർത്തിയ മോളാ. എന്താ കാര്യം? കോളേജിൽ പഠിക്കുമ്പോഴേ അവക്കൊരു പ്രേമം. ആവത് പറഞ്ഞു നോക്കി. അവക്കേ ആ നാറീനെ തന്നെ മതി എന്ന് പറഞ്ഞ് ഒറ്റ കാലം ഒരു നിപ്പ്. എന്നിട്ടിപ്പോൾ എന്താ, ആ ഒറ്റ കാലിൽ നിന്ന് അനുഭവിക്കണു. പണിക്കും പോവില്ല, കാൽ കാശിനും ഗുണമില്ല. ആ തല പോലെ തന്നെ ശൂന്യം. ഇതാണോ? ആ തന്നെ. ഇതെനിക്കല്ലേ? ആ ഇതാരത്? താനാരാ? ആരോട് ചോദിച്ചിട്ടാ ഈ ഫോട്ടോ എടുക്കുന്നേ? ഇതൊരു മരണ വീടല്ലേ? ഒന്ന് പോയേ പോയേ, ഇറങ്ങിപ്പോ. എടി നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. വാ. അതെ, പരിപാടി കഴിയുമ്പോഴേ വീട്ടിൽ പോകാൻ നോക്ക്. പരീക്ഷ ഉള്ളതല്ലേ. ആ എൻ്റെ നാൻസി മോളെത്തിയല്ലോ. എൻ്റെ പൊന്നു മോളെ, അപ്പം 2 ദിവസമാണ് നിന്നെ കാത്ത് ഫ്രീസറിൽ കിടന്നത്. ഓ ഇപ്പോഴാണ് ഈ ഫ്രീസറിലൊക്കെ ഇരിക്കണ കോഴിയുടെ അവസ്ഥ മനസ്സിലാവണത് കർത്താവേ. സഹിക്കില്ല കേട്ടോ. അപ്പാ നാൻസി, എനിക്കൊന്ന് കുളിക്കുകയും വേണം, ഉറങ്ങും വേണം. നല്ല ക്ഷീണ. ഇപ്പോഴോ? ഇത് എടുക്കാറാകുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അമ്മേ, കാനഡയിൽ നിന്ന് നാൻസി മോൾക്ക് ഈ ജിമ്മിച്ചൻ്റെ ആലോചന വന്നപ്പോൾ എനിക്ക് എന്തൊരു ഗമയായിരുന്നു. കാണുന്നവരോടൊക്കെ അവൻ്റെ ഗമ പറഞ്ഞു നടന്നു. മക്കൾ കാനഡയിലും അമേരിക്കയിലാന്ന് വീമ്പോ ചക്കണ തന്താരുടെ ഒക്കെ ഗതി ഇത് തന്നെ. അവരെ കാത്ത് ഫ്രീസറിൽ അങ്ങനെ കിടക്കാം.
അത് തന്നെ. ഈ ചെക്കന് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്ന? സത്യത്തിലേ ഇവനെ ഞാൻ കണ്ടിട്ടുള്ളത് മതിലിൽ പോസ്റ്ററിലാ. എന്നാലും വോട്ട് ചെയ്യാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇവൻ്റെ ആൾക്കാരെ എന്നെ പൊക്കി എടുത്തോണ്ട് പോയത്. ഞാൻ നടന്നോളാന്ന് പറഞ്ഞതാ, പക്ഷെ ആ പിള്ളേർ സമ്മതിക്കണ്ടേ. എന്നിട്ട് ഞാൻ കുത്തിയതോ മറ്റേ പാർട്ടിക്ക്. അത് വലിയൊരു പോകണം കേടായി. ആ ചെക്കൻ്റെ വിഷമം കാണുമ്പോഴേ എനിക്ക് എന്നെ വിഷമം. ക്ഷമിക്കടാ മോനെ. എപ്പോഴാ ബോഡി എടുക്കുന്നത്? ഷെപ്പച്ചനൊക്കെ 4 മണിക്ക് വരാന്നാ ഓ പറഞ്ഞത്. ഓ സാറേ അവനെ പിടിച്ച് മാറ്റി നീ. അതെ ചേട്ടാ വഴിക്ക് വെക്കോ. തോമസുട്ടി ആ. വാടാ. സത്യത്തിൽ 4 ആമക്കളുണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചത് ഞാനൊരു 500-ആനായെന്നാ. ഇവനൊക്കെ വളർന്ന് വലുതായപ്പോഴല്ലേ മനസ്സിലാവണത് ഒരു 100. അപ്പം ജീവിതം നല്ലതല്ലെന്ന് ചോദിച്ചാൽ ആയ കാലത്ത് മുണ്ട് മുറുക്കി കൊടുത്തു, കുറേ അധ്വാനിച്ചു, കുറേ നേടി. പക്ഷേ ഞാൻ വിളിക്കാം. ആ തോമസ് കുട്ടി അപ്പുറം പുറത്തേക്കൊന്ന് പോകടാ, കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണം. അപ്പന് എന്ത് വായിച്ചാ? എനിക്കാണ് തിരക്കാം. അതിന് നീ വരണ്ട, അപ്പം പൊക്കോളാം. വേണ്ട, ഇനി അവിടെ കണ്ട് ഉരുണ്ട് വിണ്ടിട്ട് അത് മതി. അല്ല, അപ്പന് എന്തിൻ്റെ കുറവാ ഇവിടെ? ഒന്നിനൊരു കുറവില്ല മക്കളെ. ഒന്ന് ഉറക്ക ചുമക്കണമെങ്കിൽ പോലും നിൻ്റെയൊക്കെ അനുവാദം വേണം. ആരാടി ആലീസേ ഇവൻ എൻ്റെ അപ്പൻ്റെ പേരിട്ടത്? എൻ്റെ അപ്പൻ്റെ ഒരു ഗുണമില്ലാത്ത ജന്തു. എത്ര പെട്ടെന്നായിരുന്നു. എൻ്റെ കൂട്ടുകാരാ, ഞാൻ സേവ്യാറേ, നിൻ്റെ കൂടെ ഈ ഡോക്ടറെ കാണാൻ തന്നെ പരിപാടിക്ക് ഇറങ്ങുന്നതാ ജീവിതത്തിൽ ആകെ ഒരു ആശ്വാസം. നിനക്കറിയാലോ, ആ വലിയ വീട്ടിലെ ഒരു മുറിയാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്. ഇവക്ക് പിന്നെ അടുക്കളയും. ജീവിതം തന്നെ കഴിച്ചു തുടങ്ങി. എന്തിനാ ഈ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ അലാസ്റ്റിക് പോലെ വലിച്ചു കിട്ടുന്നത്? മടുത്തു. അച്ചായ സേവ്യാറേ, നമുക്ക് നമ്മുടെ വഴിക്ക് പോയാലോടാ. സമയം ഇപ്പം എത്രയായി? സമയം 3:30 പെട്ടെന്ന് കണ്ടിട്ട് വരണോട്ടോ ലാസറേട്ടാ. ആരാത്? കണ്ടിട്ട് എത്ര നാളായി. എത്ര നാളായിടാ കണ്ടിട്ട്. സത്യാട്ടാ.
അല്ല നിനക്കിപ്പോ ഞങ്ങളൊക്കെ വേണ്ടായില്ലേ? ഈ വഴിക്കെന്നെ കാണുന്നില്ലല്ലോ. അതെങ്ങനെയാടാ, നിങ്ങളൊക്കെ കാണാൻ വന്നാ ഞാൻ തട്ടിത്തടഞ്ഞ് വീഴുന്നല്ലേ അവൻ പറഞ്ഞേ. ആ അത് ശരി. മക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലടാ, നമ്മളൊക്കെ വയസ്സായില്ലേ. നീ എന്ത് വർത്താനാടാ ഈ പറയണത്? ഞാനും ഈ മമ്മൂട്ടി തമ്മിൽ എന്ത് വ്യത്യാസമാണെന്നാ പറയണത്? എന്നിട്ട് ദുൽഖർ മമ്മൂട്ടിയുടെ വീട്ടിലിരിക്കാൻ പറയാ? നല്ല കഥയായി. നമ്മുടെ ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ലോടാ. വായ നോക്കാൻ ഇവിടെ ഇല്ലാത്തോണ്ട് കിളികളൊന്നും വരാറില്ലടാ. അതിന് നീ വന്നാലല്ലടാ ഇവിടെ ഒരു ചിരിയുള്ളോ. അതന്നെ. ലാസറുട്ടിയെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം തന്നെ. വീടും പറമ്പൊക്കെ അങ്ങോട്ട് വിറ്റ് പോയപ്പോ നാടിനെയും നാട്ടാരെയൊക്കെ അങ്ങോട്ട് മറന്നൂല്ലേ? അതുകൊണ്ടല്ല, തോമസ് കുട്ടി അടുത്ത് പോയൂടി, വരവെല്ലാം നിന്നില്ലേ. സേവിയാറേ, സന്തോഷായിട്ടാ. ചെറുപ്പം മുതലേ വീട്ടിൽ വരാറുള്ള ആളാ. ഇപ്പൊ പ്രായമായിപ്പോ ആരും നോക്കാല്ലാണ്ടായി. നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ അല്ലേ? പ്രായമായ എല്ലാവരും അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെ. എന്നാ പിന്നെ ഞാൻ പോട്ടറാ. ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് അവിടെ കാഹളം മുഴക്കണ്ടാവും. ശരി എന്നാ, കണ്ടാ കണ്ടു. നീ വന്നട പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, നീ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വന്നോട്ടോ. നിന്റെ ജീവിതമാടാ നല്ലത്. നിനക്ക് ഇഷ്ടം പോലെ സൈക്കിൾ ചവിട്ടാം, ഇഷ്ടമുള്ള കടയിൽ നിന്ന് ചായ കുടിക്കാം, കൂട്ടുകാരെ കാണാം, പണ്ടത്തെ വിശേഷങ്ങളും പറഞ്ഞിരിക്കുക. എന്നാ എൻ്റെ കാര്യം ഇതുവല്ല ആണോ? അവിടെ തിന്നാനായിട്ട് കുറേ പുഴുങ്ങിയ പച്ചക്കറി ഉണ്ടാവും, പിന്നെ പാവയ്ക്കായ ജ്യൂസ്. മക്കളുടെ സ്നേഹം കേമം തന്നെ അല്ലേടാ. അന്ന് ശരി പറഞ്ഞു, കാണാട്ടാ. മോനെ, ഒരു പ്ലേറ്റ് ഉണ്ട്. നോക്കത് മുഴുവൻ ഞാൻ കഴിച്ചു നീ വെച്ചാ. കഴിക്കാലീസേ, വല്ലപ്പോഴുള്ളൂ. കഴിക്ക്, ഇടുക്ക് മതി മോനെ. മതി മതി. നീ ഇത് കഴിക്ക്. ലാസറേട്ടൻ കഴിക്ക്. മതി മതി. സേവിയറേ, ഞാൻ മരിച്ചു ചെല്ലുമ്പോഴേ കർത്താവിനെ കണ്ടാലേ ആദ്യം ചോദിക്കണ ചോദ്യം എന്നറിയോ? എന്താ എൻ്റെ കർത്താവേ, എന്നെ നീ എൻ്റെ സേവിയറിൻ്റെ അപ്പനായിട്ട് ജനിപ്പിച്ചില്ലെന്ന്. ഞാൻ പോയാലേ എൻ്റെ ആലീസിനെ നോക്കണട്ടാ. നീ നോക്കുമെന്ന് എനിക്കറിയാം. ലാസറേട്ടൻ സമാധാനമായി ഇരിക്കുക, എല്ലാം ശരിയാവും. വയ്യാത്തോടത്ത് ആ പാവവും വന്നു. ലാസറുട്ടി മോനെ,
എന്തോ വലിയ കാര്യമുണ്ടെന്ന് തോന്നണ്ടല്ലോ. സേവ്യറേ, എന്തോ സാധനം എടുക്ക്. ഇപ്പം തന്നെ വേണോ? അടുക്ക കഴിഞ്ഞിട്ട് പോരെ? കഥ പറയാണ്ടിരിക്കടാ. ഈ കളി കാണാൻ എന്തായാലും കണ്ണട വേണം. തോമസ് കുട്ടി, എങ്ങനെയാ കാര്യങ്ങള്? ഇനി എന്താ ചേട്ടാ, 4 മണിക്ക് എടുക്കണം. അതല്ലടാ, ഭാഗം വെച്ചപ്പോ അപ്പന്റെ വീതമായിട്ട് മാറ്റി വെച്ച തോട്ടല്ലേ, അത് കഴിഞ്ഞ വർഷം വിറ്റല്ലോ. അതിന്റെ കാശ് അപ്പന്റെ പേരിൽ ബാങ്കിലിട്ടില്ലേ? അതിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായെന്നാ ചോദിക്കണേ? അതെന്താ ചേട്ടാ അങ്ങനെ ഒരു വർത്താനം? അപ്പൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ ഇതുവരെ നോക്കിയത് ഞാനല്ലേ. നിങ്ങളൊന്നും ഒരു ദിവസം പോലും കൂടെ കൊണ്ട് നിർത്തിയില്ലല്ലോ. അതിനല്ലടാ നിനക്കന്ന് അരേക്കർ കൂടുതലുന്നത്. ഓഹോ, അരേക്കർ കൂടുതൽ അപ്പൻ എൻ്റെ മാത്രമാവോ? അപ്പം നിങ്ങൾക്കൊന്നും അപ്പനൊന്നുമില്ലേ? അതെന്ത് വർത്തനാടാ നീ പറയണേ? ചേച്ചി, നീ ഇതിൽ ഇടപെടണ്ടാട്ടോ. അതെന്താടാ അരേക്കർ നിസ്സാര? അവള് ചോദിക്കും, അല്ലെങ്കിലേ നീയൊക്കെ കൂടി അത് വിഴുങ്ങും. ചേച്ചി, നീ കെട്ടിടം പിടിച്ചിട്ട് പോകാൻ നോക്കാം. നിനക്ക് വേണ്ടി അപ്പൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും തോമസ് കുട്ടി, അടക്കണേന് മുമ്പ് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അത് നിനക്ക് മാത്രം തിന്നാന്ന് നീ വിചാരിക്കും. എന്താ ഇത്? ഇവിടുത്തെ ബഹളം കേട്ട ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നാറ്റ കേസ്. നിനക്കിപ്പോ ഇതൊന്നും വേണ്ടല്ലോ. അപ്പം പുന്നാരിച്ച് കുറെ തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഈ കാനഡക്കാരന് നിനക്കിപ്പോ ഡോളറല്ലേ പിടിക്കൂ? ചേട്ടാ, അപ്പന്റെ അടക്കൊന്ന് കഴിഞ്ഞോട്ടെ. അടക്കം കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ലടി. ഇവന്റെ അടുക്കള കിടക്കണ അമ്മയ്ക്ക് ഇവനെ പേടിയാ, ഇവന്റെ പെണ്ണുമ്പിള്ളേന്. എടാ പൊട്ടന്മാരെ, എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുള്ളൂന്ന്. അതുകൊണ്ട് ഞാനേ ആ പൈസയുടെ അവകാശി സേവിയറിനാക്കി. പക്ഷെ അത് അവനറിയില്ലാട്ടാ. അന്നാ ഞാനത് ആലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. നീയൊക്കെ എനിക്കും ആലീസിനും പുല്ലും വൈക്കോലും വിളമ്പിപ്പിളേ അവനാ വായിക്കൊരു ചേട്ടെന്തെങ്കിലും വാങ്ങി തന്നതും ഞങ്ങളെ നോക്കിയതും. ചേറ്റകള്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം? പക്ഷേ പുറത്തുള്ളവർ നോക്കുമ്പോൾ തോമസ് കുട്ടി പറഞ്ഞ പോലെ എനിക്ക് എന്തിൻ്റെ കുറവാ? സേവിയറേ, ഞാൻ മരിച്ചു ചെല്ലുമ്പോഴേ കർത്താവിനെ കണ്ടാലേ ആദ്യം ചോദിക്കണ ചോദ്യം എന്നറിയോ? എന്താ എൻ്റെ കർത്താവേ, എന്നെ നീ എൻ്റെ സേവിയറിൻ്റെ അപ്പനായിട്ട് ജനിപ്പിച്ചില്ല. ഞാൻ പോയാലേ എന്റെ ആലീസിനെ നോക്കണട്ടാ. നീ നോക്കുമെന്ന് എനിക്കറിയാം. അമ്മ വാ. മോനെ. അയ്യോ, അച്ചായ.
ആലീസേ, എന്താ ചായ? എന്താ വല്ല വയ്യായി ഉണ്ടോ? എന്തോ ഒരു വല്ലാത്ത പോലെ. ഈ വീട്ടിലിങ്ങനെ തടവി കിടന്നെനിക്ക് മടുത്തു ആലീസ്. കഴുത്തിൽ ബെൽറ്റില്ലാന്നേ ഉള്ളൂ. ആകെ ഡോക്ടറെ കാണാൻ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ പുറലോകം കാണുന്നത്. എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പോലും അനുമതി വാങ്ങണമെന്നായി. ചത്താ മതിയെന്നാ എനിക്ക്. ചായ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അച്ഛൻ പോയി കഴിഞ്ഞ എനിക്ക് പിന്നെ ആരൊരു ബലം. നമ്മളൊന്ന് ചിന്തിക്കും, ദൈവം ഒന്ന് നടത്തും. അനുഭവിക്കുക തന്നെ. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിന്നെ നിർത്തണമേ നല്ല വരുത്തു വലമ്പാകെ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ആനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. ദേ ബിഷപ്പും അച്ഛന്മാരൊക്കെ വന്നുട്ടോ. അപ്പൊ ഭൂമിയിലെ നാടൻ കഴിഞ്ഞു. ഇനി സ്വർഗത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്വർഗം കിട്ടുമായിരിക്കും ഇല്ലേ? അപ്പൊ കർത്താവ് വരുന്നില്ലേ? വാന്നേ.